നിങ്ങൾ അടുത്ത സമയത്ത് കണ്ട വാർത്തയാണ് ഗാസയിൽ ഇങ്ങനെ സ്ത്രീകളെ കൊല്ലുന്നു, കുട്ടികളെ കൊല്ലുന്നു. ഗ്ലോബലായിട്ടുള്ള BBC അത് ഭയങ്കരമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ അടുത്ത സമയത്ത്, അതായത് കഴിഞ്ഞ ദിവസം UK ടെലഗ്രാഫ് പത്രം ഇതുമായി ബന്ധപ്പെട്ട് BBC ചെയ്ത പല വാർത്തകൾ, അതായത് കഴിഞ്ഞ 10 ദിവസം കൊണ്ട് ചെയ്ത വാർത്തകൾ ഓരോന്നായിട്ട് പൊളിച്ചങ്ങടുക്കി. ആദ്യം BBC പറഞ്ഞു ഏകദേശം 21 പേരോളം അത് മെഡിക്കൽ എയ്ഡ് സപ്പോർട്ട് ചെയ്ത് അവരെ വെടിവെച്ചു കൊന്നു. പിന്നീട് പറഞ്ഞ 21 പേരല്ല, അത് 11 പേരാണ്. റിവൈസ് ചെയ്ത് ഓരോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ ക്ലിപ്പിങ്സ് കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ ക്ലിപ്പിങ്സ്. അതേപോലെ തന്നെ വീണ്ടും പറഞ്ഞു. അപ്പം അതൊക്കെ എടുത്ത് ഗ്ലോബലായിട്ട് BBCയെ കൂട്ടി ഇത് കേരളത്തിലും വാർത്ത വന്നു. പിന്നീട് മറ്റൊരു വാർത്ത വരുന്നു BBCയിൽ. ഏകദേശം 34 സ്ത്രീകളെ വെടിവെച്ചു. അത് ടാങ്ക് വെച്ച്, അത് തോക്ക് വെച്ചല്ല, ടാങ്ക് വെച്ച്. അറിയാം, നിങ്ങൾക്കറിയാം, പാറ്റന്റ് ആമർ ടാങ്ക്, അത് വെച്ച് വെടിവെച്ചു പോകും. പിന്നീട് ടാങ്ക് മാറ്റി വെടിവെച്ചു പോകുന്നു. 34 പേരില്ല, 10 പേരേ ഉള്ളൂ. അതായത് ഈ ടെലഗ്രാഫ് പത്രത്തിൽ തന്നെ പറയുന്നത് ഈ BBCക്കകത്ത് ഏകദേശം 45% പേരും മതതീവ്രവാദികളായ ഹമാസിന്റെ അനുകൂലികളാണ്. അതാണ് ഇതിൻ്റെ കാര്യം. കാരണം BBCയുടെ ഈ പല രീതിയിലുള്ള ഗവൺമെന്റിന്റെ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റുന്നില്ല. പക്ഷേ ടാക്സ് പേയേഴ്സിന്റെ പണം കൊണ്ട് ചലിക്കുന്നതാണ് BBC എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ളൊരു മീഡിയ ഓർഗനൈസേഷൻ. അതിനകത്ത് കടന്നുകൂടിയ മതതീവ്രവാദികൾ, അതായത് ഹമാസ് അതേപോലെയുള്ള മതതീവ്രവാദികൾക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നു. BBC അറബിയുണ്ട്. അപ്പം അതിനകത്തുള്ള പല ആൾക്കാരെ സാക്ക് ചെയ്തു, ടെർമിനേറ്റ് ചെയ്തു. പക്ഷെ അതിൻ്റെ പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ ടീമിനകത്തുള്ളത് മുഴുവൻ ഈ ഹമാസ് അനുകൂലികളാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടനിൽ ഇന്റേണൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇത് വളരെ സീരിയസാണ്. ഏകദേശം 10ഓളം വാർത്തകളും മുഴുവനും ഈ ഹമാസ് പറഞ്ഞതാണ് വാർത്തയാക്കിയേക്കുന്നത്. അപ്പം അവിടെ റിപ്പോർട്ടേഴ്സ് ഉണ്ട്. അവരെക്കാളും ഹമാസിനെ കൂട്ടി ചെയ്ത് വാർത്ത കൂടും. ഇതേപോലെ BBC ഈ ഗാസയിലെ മണ്ടത്തരം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അവിടെ ജനസൈഡ് നടക്കുന്നു, സ്റ്റാർവേഷൻ ഡെത്ത്, അതും കള്ളമായിരുന്നു ബേസിക്കലി. ഇത് ഹമാസിനെ കോട്ട് ചെയ്ത്, ഹമാസ് ഹെൽത്ത് മിനിസ്റ്ററെ കോട്ട് ചെയ്ത് അവർ പറഞ്ഞിരിക്കുന്നത്. അത് മറ്റുള്ള ഇന്റർനാഷണൽ ഏജൻസികൾ കോട്ട് ചെയ്യുന്നു. അതിനെ എടുത്ത് കേരളത്തിലും വാർത്തയാക്കുന്നു. അതിനകത്ത് പിന്നീട് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഇത് ഓരോ വാർത്തയായിട്ട്, അതായത് വൈറ്റ് ഹൗസ് ഓരോന്നും കാണിച്ചു കൊടുത്തു. എവിടൊക്കെയാണ് BBC കാണിച്ചിരിക്കുന്ന കള്ളത്തരങ്ങൾ, കപടതകൾ. അപ്പോൾ ഓരോന്ന് കാണിക്കുമ്പോഴും മനസ്സിലാക്കേണ്ട സംഭവം, ലോകത്തെ ക്രെഡിബിളായിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ നല്ല കൺട്രോൾ എന്ന് പറയുന്നത് ഇസ്ലാമിക മത തീവ്രവാദികളുടെ കയ്യിലാണ്. അവർ പറയുന്നതാണ് അവരുടെ വാർത്ത. അതാണ് ഗ്ലോബൽ വാർത്തയായിട്ട് അവർ കൊടുക്കുക. മുഴുവനും കള്ളത്തരങ്ങളും കപടതകളും. ഇതേപോലെ ഇറാനെ സഹായിക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചു. യമനിലെ ഹൂത്തികളെ സഹായിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഓരോന്നായിട്ട് പൊളിഞ്ഞ് അടക്കി ഒതുക്കുകയാണ്. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് ഭയങ്കര ഇഷ്യൂ ആയി മാറിയ ലണ്ടനിലും ഗ്ലോബലി. അപ്പോൾ ചില പത്രങ്ങളൊന്നും BBCയെ കോട്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം മുഴുവനും തെറ്റായ വാർത്തകളാണ്, കപടതയാണ് മുഴുവൻ അടിച്ചുവിടുന്നത്. ഓരോ സമയത്ത് ടൈറ്റിൽ റിവൈസ് ചെയ്യുന്നു, കാര്യങ്ങൾ മാറ്റുന്നു, കണ്ടന്റ് മാറ്റുന്നു. വാ, മനസ്സിലാക്കുക, ആരാണ് ഈ ഹമാസിന്റെ ഹെൽത്ത് ഓർഗനൈസേഷൻ? ആ തീവ്രവാദ സംഘടന. അവരെ കോട്ട് ചെയ്ത് വാർത്ത കൊടുക്കുമ്പോൾ അവിടെ റിപ്പോർട്ടേഴ്സ് ഉണ്ട്, BBC സാലറി വാങ്ങുന്നവർ. അതായത് BBC ഇംഗ്ലീഷിനുണ്ട്, BBC അറബിക്കുണ്ട്, മറ്റു പല വെബ്സൈറ്റ് അതിൻ്റെ റിപ്പോർട്ടേഴ്സ് ഉണ്ട്. ഇതിനെ ഒന്നും ഇവർ ഒരു കാരണവശാൽ അതെല്ലാം കോട്ട് ചെയ്യാതെ ഈ ഹമാസ് തീവ്രവാദികൾ, അതായത് BBCക്കകത്ത് ഹമാസ് തീവ്രവാദികളുണ്ട്, BBC അറബിയുടെ 3-4 റിപ്പോർട്ടേഴ്സിനെ അവർ പുറത്താക്കി. കാരണം അവർ പൂർണ്ണമായിട്ടും പറയുകയാണ് ഹമാസ് പറയുന്നതാണ് ശരി, ഇസ്രായേൽ പറയുന്നത് തെറ്റാണ്.
അതായത് ബോംബ് വെച്ച് വരുന്ന സ്ത്രീകളെ വെടിവെച്ചത് അത് ബോംബ് കയ്യിലിരിക്കുന്ന കുട്ടിയാണെന്ന് പറഞ്ഞു. BBC അറബിയിലുണ്ടായ സംഭവമാണ്. അതിൻ്റെ പേരിലാണ് അതിൻ്റെ റിപ്പോർട്ടറെയും ആ ക്യാമറാമാനെയൊക്കെ എടുത്ത് പുറത്താക്കുന്നത്. അപ്പം അത് റിപ്പോർട്ടറാണ് ചെയ്തിരിക്കുന്നത്. അതായത് സ്ത്രീ കുട്ടിയെ കൊണ്ടുവരുന്നു. അത് വീണ്ടും നോക്കി പല ആവർത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ അത് കുട്ടിയല്ല, എക്സാക്ട്ലി സൂയിസൈഡ് ബോംബ് ഫിറ്റ് ചെയ്തിരിക്കുക. ഇതേപോലെയുള്ള കപടതകളാണ് ഓരോ ദിവസവും ഗ്ലോബൽ വാർത്തയായിട്ട് വരുന്നത്. അതായത് വാർത്ത എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ഗ്ലോബൽ വാർത്ത ആക്കിയെടുക്കുന്നു. ഓയിൽ പണവും തീവ്രവാദ പണവും അതിനുവേണ്ടി ഒഴുക്കുന്നു. പല മീഡിയ ഓർഗനൈസേഷനെയും നിങ്ങൾക്കറിയാം, കേരളത്തിൽ തന്നെ പല മലയാളം ചാനലും പല ന്യൂസ് പേപ്പറുകൾ പോലും അവരുടെ കൺട്രോളിലോട്ട് പോയി. അതിൻ്റെ കാര്യം എന്ത്? കാരണം ഏറ്റവും കൂടുതൽ അഡ്വർടൈസേഴ്സിൻ്റെ ഇത് നിലനിർത്തുന്നത് പിന്നെ ഗൾഫ്. ഇവർക്കെല്ലാം ഗൾഫിൽ സർക്കുലേഷൻ ഉണ്ട്, വ്യൂവേഴ്സ് ഉണ്ട്. ഇപ്പം ഇവർക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വ്യൂവേഴ്സ് കുറയും. എങ്ങനെയാണ് ഇതൊരു ക്യാപ്ചർ ചെയ്യുന്നത്? ഗ്ലോബലായിട്ടുണ്ടായിരിക്കുന്ന സംഭവമാണ്. അത് കേരളത്തിലും നടക്കുന്നു. അപ്പം ഇതിനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത്. അതായത് സോഷ്യൽ മീഡിയ അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. പല യൂട്യൂബേഴ്സ് ആണെങ്കിലും പല സോഷ്യൽ മീഡിയ, ട്വിറ്റർ ആണെങ്കിലും യഥാർത്ഥ സ്റ്റോറികൾ പറയാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇസ്രായേൽ കാണിച്ച തെറ്റല്ല. കാരണം ബോംബുമായിട്ടാണ് ഈ സ്ത്രീകൾ വരുന്നത്. അത് BBC എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഇതേപോലെ തെറ്റായിട്ടുള്ള വാർത്ത കൊടുക്കുമ്പോൾ സാധാരണക്കാരൻ വിശ്വസിച്ചു പോകും. അതിവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ വാർത്തയാക്കി വരുന്നു. അതായത് ഗ്ലോബലായിട്ട് നമ്മൾ ന്യൂസ് ഔട്ട്ലെറ്റിനെ എത്ര ശതമാനം വിശ്വസിക്കാൻ സാധിക്കും, ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. അതായത് ക്രോസ് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യാതെ, പ്രോപ്പറായിട്ട് ഡ്യൂ ഡിലിജൻസ് ഇല്ലാതെ ഗ്ലോബലായിട്ട് പല വാർത്തയും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ് ആണെങ്കിലും ഗ്ലോബൽ കോൺഫ്ലിക്റ്റ് ആണെങ്കിലും അതേപോലെ ഇസ്ലാമിക രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് ആണെങ്കിലും ലോകത്തിൻ്റെ ഗതിവിഗതികൾ വല്ലാത്ത രീതിയിലാണ് വാർത്തയുണ്ടാക്കി വികലമാക്കി യാഥാർത്ഥ്യം അറിയാത്ത രീതിയിലാക്കി മാറ്റുന്നു.